ഓ എന്തൊരു മുട്ടിഞ്ഞ കനത്. വന്നപ്പോ മുതൽ തുടങ്ങിയതല്ലേ ഫുഡ് റെഡിയായോന്ന്. അതിന്റെ കന ഇല്ലാണ്ടിരിക്കോ? എന്താ വണ്ടി നിർത്തിയത്? നോക്കിയേ കരാട്ടെ. കുറച്ച് പിണ്ണാക്ക. നിന്റെ തലയിൽ എന്താണെന്നല്ല ചോദിച്ചത്. ചാക്കില് പിണ്ണാക്കാന്നാ ഞാൻ പറഞ്ഞത്. തലയിലും ചാക്കിലും പിണ്ണാക്കോ? പിള്ളച്ചേട്ടാ ഞാനൊക്കെ വിളിച്ചു പറയൂട്ടോ. വേണ്ട, നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. കഥ പറയാൻ 2 കാതികൾ വന്നില്ലേ, കൊച്ചിൻ ബ്രദേഴ്സ്. അവരാ ഈ ചാക്കിൽ. എന്താ വേണോ? വാഴപ്പിണ്ടി ചാക്കിലാക്കി ഈ മാസം പറ്റിക്കാമെന്ന് വിചാരിച്ചില്ലടാ. അവന്മാരെവിടെയെങ്കിലും കണ്ടുപിടിക്കണം. അയ്യേ, എന്നാ പിന്നെ ഞങ്ങൾ അഴിച്ചു കാണിച്ചു കൊടുത്തൂടെ? ഏത് ഈ മുണ്ട? അല്ല ചാക്ക്. ഒറ്റ അടി വെച്ചെന്നാണല്ലോ വലിക്കടാ. ആ കഥാപ്രസംഗക്കാരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാ പറ്റൂ. പേടിക്കാൻ സാറേ, അവരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്നെ ഈ നാട്ടിൽ നിന്ന് സ്ഥലം മാറ്റി തരാമെന്ന് പാലത്തറക്കാർ വാക്കു പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും പട്ടിക്കാട്ടിൽ നിന്ന് രക്ഷപ്പെടണം. എന്താണോ ചാക്കില്? അതെ, വാഴക്കൊല, നാടൻ കായ. ആഹാ, വാഴക്കൊല ഉന്നം നോക്കാൻ പറ്റിയ സാധനം. അയ്യോ അയ്യോ അയ്യോ, എന്തൊരു ഉന്നാകൃത്യം കൊലക്കിട്ട് തന്നെ കൊണ്ടു. കണ്ടോ, ഇപ്പോഴും എന്റെ ഉന്നം തെറ്റിട്ടില്ല. ഓരോരുത്തർ വല്ലോടത്തും കൂർക്കായി നിന്നൂറോ. ഞാൻ നിന്റെ എവിടെ കൊണ്ടേ? എന്തേ കാണണോ? അത്ര മോശപ്പെട്ട സ്ഥല? അതെ. അയ്യോ, എന്നാ വേണ്ട. വേണേ പൊക്കി നോക്കണ നോക്കണ്ട. അയ്യേ വേണ്ട. പിടിച്ചോ പിടിച്ചോ, വലിച്ചു പിടിച്ചോ, വലിച്ചു പിടിച്ചോ. ഇറക്കാണോ? ഇറക്കം. പിടി. എവിടെയെങ്ങാരെ ആ ബോട്ടിലേക്ക് വെച്ചേ. പതുക്കെ പിടിക്കട്ടെ. പിടിക്കുന്നത് എന്താ സാധനം ഇത്? പൊട്ടണ സാധന. അത് ഗാനഭൂഷണം. അടിയുള്ള നിനക്ക് മിണ്ടരുത്. അതെ, ഗാനഭൂഷണത്തിന്റെ കാസറ്റുകൾ ചാക്കിലാക്കി കൊണ്ടുവന്നിരിക്കുക. സൂക്ഷിച്ചോടോ. ഒന്ന് സഹായിക്കടാ. പലദൂഷണത്തിന്റെ കാസറ്റാണ്. ചവിട്ടിക്കൂട്ടില്ലേ? മതി. ചേട്ടാ, മൂത്രമൊഴിക്കണായിരുന്നല്ലോ. എന്റെ ദൈവമേ, ഇതെന്താ പൊന്താണ് മൂത്രമൊഴിക്കണത്? നീ ചാക്കിലേക്ക് മുള്ളിക്കൊള്ളാൻ ആരും കാണില്ല എന്ന്. ഇതെന്താ ഒരു നാറ്റം? ഒരു കയ്യിലൂടെ ഹലോ, നമസ്കാരം. നമസ്കാരം. അക്കരയ്ക്കല്ലേ? അതെ, ഞാനും അക്കരയ്ക്കാ. ഇനി കുറച്ചു നേരം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ആയിക്കോട്ടെ. പിന്നെ എന്താ ഈ വേഷത്തിൽ? ഇതാ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. പിന്നെ ഒരു തണുപ്പിന് വേണ്ടി. ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിൻ അല്ലേ? അതെ. ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ. അതെ. അയ്യോ, എങ്ങനെ മനസ്സിലായി? ചേട്ടന്റെ പേരെന്താ? തമ്പി. തമ്പിയാ? ചിന്തത്തമ്പി. താടിത്തമ്പി. മാടശ്ശേരി തമ്പി. എന്ത് ധൈര്യത്തിലാടാ എന്റെ കഥ പറയാൻ നിങ്ങൾ ഇവിടെ വന്നത്? അയ്യോ, ഒന്നും ചെയ്യരുത്. ഞങ്ങൾ തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞങ്ങളിൽ ഒന്നും പറയുന്നില്ല. ഗാനഭൂഷണം തന്നെ ഞങ്ങൾ തിരിച്ചു കൊടുക്കാൻ പോവുക. ഞങ്ങൾ കഥ പറയാതിരിക്കാൻ വേണ്ടി ചാക്കി കയറി ഒളിച്ചു പോകുന്നത്. ഏതായാലും മാടശ്ശേരി തമ്പിയുടെ കഥ പറയാൻ വന്നതല്ലേ, ഇനി ആ കഥ പറഞ്ഞിട്ട് പോയാ മതി. ഈ കഥയിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അവരെയെല്ലാം നേരിൽ കാണാനാണ് ഞാൻ ജയിലിൽ ചാടിയത്. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. നിങ്ങൾ എന്റെ കഥ പറയണം, സത്യം തെളിയിക്കണം. ഞങ്ങളില്ല. ഇനി പൊന്നുകൊണ്ട് കൂടാന്ന് പറഞ്ഞാൽ ആ നാട്ടിലേക്ക് ഞങ്ങളില്ല. തല്ലുകൊണ്ട് മതിയായി ചേട്ടാ. അതെ, ഈ കഥ പറച്ചില്ല ഞങ്ങൾ നിർത്തി. ഇല്ല, ഈ കഥ പറയും, നിങ്ങൾ തന്നെ പറയും. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. മര്യാദയ്ക്ക് പറയുന്നത് കേട്ടോ, ഇല്ലെങ്കിൽ അറിയാലോ, എനിക്ക് വേണ്ടി ഒരു തൂക്കുമരം അവിടെ ഒരുങ്ങിക്കിടപ്പുണ്ട്. നിന്നെയൊക്കെ കൊന്നാലും എനിക്ക് അതേ കിട്ടൂ. Thank you.
എന്റെ ഉന്നം തെറ്റിയിട്ടില്ല. താരന്റെ അവിടെ കളിക്കുക ഏയ് ഞാൻ വെറുതെ ഇങ്ങനെ. അയ്യോ സർ ബ്ലഡി ഫൂൾ സർ, പോയി ജോലി നോക്കണോ സർ, come on. അവര് പോയി ആരാടാ ആ കഥാപ്രസംഗക്കാർ കടന്നു കളഞ്ഞു. പിള്ളച്ചേട്ടൻ അവരെ ചാക്കി കയറ്റി രക്ഷപ്പെടുത്തിയത്. അവനിപ്പോ എവിടുണ്ട് ആ കള്ളപ്പിള്ള? പടക്കപ്പുരയിലുണ്ട്. ശരിക്കും നടക്കടാ. മിസൈല് പൊട്ടണ പോലെ പൊട്ടണം. വെടിക്കെട്ട് കലക്കിയ പോരെ. വെടിക്കെട്ടല്ല, പാലത്തറക്കാരും മാടശ്ശേരിക്കാരും തമ്മിലുള്ള യുദ്ധം നടക്കാൻ പോണേ. ഇങ്ങോട്ട് ഇറങ്ങി വേടാ എന്താ പാലുണ്ണിയേട്ടാ? കള്ള നായിന്റെ മോനെ, നീ ആ കഥാപ്രസംഗക്കാരൻ നാളെ എടുത്തോലേടാ. അയ്യോ, അവര് വരും. അവര് കായൽ കാണാൻ പോയിരിക്കാ. ഞാൻ അവരെ ബോട്ടിൽ കയറ്റി വിട്ടുന്നല്ലേ ഉള്ളൂ. എന്തിനാ നിന്റെ 16 അടിയന്തരം നടത്താനോ? എന്തിനാ എന്റെ 16 അടിയന്തരം നടത്തണേ? ഞാൻ ചത്തുപോയോ? ചത്തു പോയിട്ടില്ലടാ, ചത്തു പോകും. കൃത്യസമയത്ത് മാടശ്ശേരി തമ്പി അഥവാ പരമനാറി എന്നുള്ള കഥാപ്രസംഗം തുടങ്ങിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊത്തി നുറുക്കും. മാസ്റ്ററെ, ഇവനിവിടെ പോകാൻ നോക്കിയോ? വാടാ. അവന്മാരാ പാലത്തറക്കാരുടെ ചെക്കത്തരങ്ങൾ പറയാൻ പറഞ്ഞ സമയത്ത് വന്നില്ലെങ്കിൽ ഈ വെടിപ്പ് ഞാൻ കത്തിക്കും. നിന്നെ അടക്കം. നിങ്ങളെ കത്തിക്കാൻ ചൂട്ട് റെഡി ആയിക്കോ. റെഡി. രാവും പകലും നമ്മൾ കാവല് നിന്നിട്ട് അവന്മാര് കടന്നു കളഞ്ഞിലോടാ. അതാ പാലത്തറക്കാരുടെ പണിയായിരിക്കും. ഏയ്, അതാ കള്ളപ്പിള്ളയുടെ പണിയാണ്. അയ്യോ, നിങ്ങൾക്ക് ഗതികേട് വന്നല്ലോ. പണയം വെച്ച് പോലെ ഈ പടക്കപ്പുരയിൽ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഭാനുമതി, നീ കരയണ്ട. നിന്റെ ഭർത്താവ് രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ചു എന്ന് വിചാരിച്ചാ മതി. അത് വരണ്ടോ നോക്കാൻ. ഇല്ല, അവരിനി വരും തോന്നല്ല. എല്ലാ മഹാന്മാരും ഇങ്ങനെ തന്നെ മരിച്ചിരിക്കുന്നടി. ചേട്ടൻ അവസാനത്തെ ആഗ്രഹം വല്ലതുണ്ടോ? എനിക്കൊരു പൂവമ്പഴം തിന്നണം. മധുരമുള്ളൊന്നും കഴിക്കരുതെന്ന് നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? നിങ്ങൾക്ക് ഷുഗർ ഉള്ളതല്ലേ? ഇനി എന്ത് ഷുഗറാടി? ചേട്ടാ, അവരിനി ചങ്ങാടക്കടവിലെങ്ങാനും വരുവോ? അത് ശരിയാ, പോയി നോക്കാം നമുക്ക്. നിന്ന് പിടിച്ചേ. അല്ലേ ഞാനും പറഞ്ഞത്. കൊടുന്ന നീ പാതി തിന്നോ? വേണ്ട, നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹമല്ലേ, മുഴുവനും നിങ്ങൾ കഴിച്ചോ. എന്തൊരു ടേസ്റ്റായി. എനിക്കിത് തിന്നാൻ പറ്റില്ലല്ലോ. നീ ഇതിലെത്ര കാശ് പറ്റിച്ചടാ പന്നി. ഇനി എനിക്ക് എന്റെ ചേട്ടനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. പഴം കഴിക്കരുതെന്ന് ഡോക്ടർ. ഡോക്ടർ അമ്മേന്റെ വായ വരല്. കത്തിക്കാൻ സമയമായി. ചൂട്ട് കത്തിക്കടാ. ഒന്ന് പിടിച്ച്. തീ കൊളുത്തട്ട ഗുരുക്കളെ. പണ്ടെന്റെ അച്ഛന്റെ ഇതൊക്കെ ഞാൻ തീ കൊളുത്തിയതാണ്. കത്തിക്കാൻ വരട്ടെ, ഞാൻ കത്തിക്കാം. നല്ലപോലെ പെട്രോൾ ഒഴിച്ചിട്ടുണ്ടല്ലോ, ആളി കത്തണം. പറഞ്ഞ കഥ എന്നല്ലേ പറയാൻ പോണേ? ആ കഥ തന്നെ. ഞാൻ പറഞ്ഞ കഥയല്ലേ പറയാൻ പോണത്. അതൊക്കെ ഞങ്ങൾ ഏറ്റെന്നേ.
കലാസ്നേഹികളെ, ഗാനഭൂഷണം കൊച്ചിൻ ബ്രദേഴ്സ് അവതരിപ്പിക്കുന്ന സസ്പെൻസ് ത്രില്ലർ കഥാപ്രസംഗം പുതുക്കോട്ടയിലെ പുതുമണവാളൻ. നല്ല ബെസ്റ്റ് പേരല്ലേ? ആര് പറഞ്ഞാലും നേര് പറയണം. ഓരോന്നു തോന്നിയ നന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം. എല്ലാരും മാവേലിമാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. ഇഷ്ടമില്ലാത്തവരാരുണ്ട്, തെറ്റു ചെയ്യാത്തവരാരുണ്ട്, പത്തി നിൽക്കാത്തവരാരുണ്ട്, വെട്ടിൽ വീഴാത്തവരാരുണ്ട്. നല്ലവരാര് കൊല്ലുവിൻ നേരെ, നിങ്ങളും ഞങ്ങളും കണ്ടത് കൈലാസം. ആര് പറഞ്ഞാലും നേര് പറയണം. ഓരോന്നു തോന്നിയ നന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല, ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. പ്രിയമുള്ളവരെ, കലാസ്നേഹികളെ, ഇതൊരു പ്രണയ കഥയാണ്. ഈ കഥ നടക്കുന്നത് അതിമനോഹരമായ ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിന്റെ പേരാണ് പുതുക്കോട്ട. ആ ഗ്രാമത്തിൽ രാജ്യതുല്യനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മാടശ്ശേരി തമ്പി. ആ ഗ്രാമത്തിലെ മറ്റൊരു പ്രമുഖ തറവാടാണ് പാലത്തറ. അവിടുത്തെ ശ്രീദേവി തമ്പുരാട്ടിയെ മാടശ്ശേരി തമ്പി വിവാഹം കഴിച്ചു. പക്ഷെ ഒരു കുഞ്ഞിനെ സമ്മാനിച്ച് അധികകാലാവുന്നതിന് മുമ്പ് തമ്പുരാട്ടി ഇഹലോകവാസം വെടിഞ്ഞു. ആ രണ്ട് കുടുംബങ്ങളിലെയും ആളുകളുടെ ദുഃഖം അകറ്റിയത് ആ കുഞ്ഞാണ്. അവളിന്ന് വളർന്നൊരു രാജകുമാരിയെ പോലെ ആയിക്കഴിഞ്ഞു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അവളുടെ പേരാണ് ഗീതു. ആ രാജകുമാരിയുടെ ജന്മനാളാണെന്ന്, മാളികപ്പുരയിൽ ഉത്സവമാണെന്ന് നിങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുന്നു. പനിനീരിൽ മുങ്ങിക്കേറി പഴങ്ങളെയിൽ ചൂടി പുലകാല പെണ്ണെ മുന്നിൽ വാ. ഒരു വല്ലം മുത്തും കൊണ്ടേ, ഒരു വട്ടിപ്പൂവും കൊണ്ടേ, ഒരു മുമ്പിൽ തേനും കൊണ്ടേ വാ. താമര കുളിരിന് തങ്ക നിലാവിന് താലുമെന്നു പിറന്നാട് നാവേറും പാട്. പനിനീരിൽ മുങ്ങിക്കേറി പഴങ്ങളെയിൽ ചൂടി പുലകാല പെണ്ണെ മുന്നിൽ വാ. അങ്ങനെ ഇരു കുടുംബങ്ങളും ആമോദത്തോടെ വസിച്ചിരുന്ന കാലത്ത് ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു പേമാരി പോലെ, ഒരു വെള്ളരി പോലെ അവൻ വന്നു. അതാ അവൻ ആ ഗ്രാമത്തിൽ കാലുകുത്തി കഴിഞ്ഞു. നാട്ടുകാർ അവനോട് ചോദിച്ചു, ആരാ, എവിടുന്നാ? അവൻ പറഞ്ഞു, ഞാൻ അനന്തൻ, മാടശ്ശേരി തമ്പിയുടെ മകൻ. ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയെന്ന് നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന പാലത്തറയിലെ മാലതി തമ്പുരാട്ടിക്ക് ചതിവിൽ കിട്ടിയ മകൻ അനന്തൻ. ഗജമുഖൻ എളിമയുടെ വാളും മിഴിയിലാളും കൊടിയ തീയും തികയുവോ. ആരീവനകരൻ, ആരീയുവനൃപൻ, ആരീ ശരവണൻ, ആരീ നവവരൻ, ആരാകിലെന്തു വീരോടെ നിന്നു പോരാടുമളവിലിവനുമൊരഭിമന്യോ. തല്ലിക്കോ, തല്ലി കൊന്നാലും ശരി, സത്യം മുഴുവൻ ഞാൻ വിളിച്ചു പറയും. നിങ്ങളുടെ സഹോദരി, എന്റെ അമ്മ മാലതി തമ്പുരാട്ടി, ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയതല്ല, ഒഴിഞ്ഞു മാറിക്കൊടുത്തതാ ഈ ഗീതുവിന്റെ അമ്മയ്ക്ക് വേണ്ടി. ചതിവ് പറ്റിയ പിന്നെ അമ്മയ്ക്ക് മനസ്സിലായത് അനിയത്തി ഇയാള്. ഇടാ കള്ള കഴിവേറിന്റെ മോനെ, എന്തു ഭാവിച്ചാ നിന്റെ ഈ വരവ്? എന്തിനായി കെട്ടുകഥയൊക്കെ ഇവിടെ ഒന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്റെ അമ്മ മരണക്കിടക്കേ കിടന്ന് എന്നോട് പറഞ്ഞ സത്യം. ഇനിയും തെളിവ് വേണമെങ്കിൽ ഇന്നാ. നീ പറഞ്ഞൊന്നും സത്യമല്ല. ഇതെല്ലാം നിന്റെ അമ്മ പറഞ്ഞതാണെങ്കിൽ അതും കള്ളവാ. എനിക്ക് അവളുമായി യാതൊരു ബന്ധവുമില്ല. എനിക്കിങ്ങനെ ഒരു മകനുമില്ല. മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പോകുന്നതാ നല്ലത്. നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ
മറ്റൊരു സൂര്യോദയം നീ കാണില്ല.